ശ്രീകുമാരൻ തമ്പി മലയാളത്തെ സംബന്ധിച്ചും മലയാള സാഹിത്യത്തെയും സിനിമയെയും ഒക്കെ സംബന്ധിച്ചും വലിയ നഷ്ടമാണ്. നഷ്ടത്തിൻ്റെ ഒരു രാത്രി പുലർന്നിരിക്കുകയാണ്. അങ്ങേക്ക് MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് ഇപ്പോൾ മനസ്സിൽ ഇരമ്പി വരുന്നത്? എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം ഞാൻ വലിയ ആരാധകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി മുതൽ ഞാൻ വായിച്ചിട്ടുണ്ട്. രക്തം പുരണ്ട മൺതരികൾ എന്ന പേരിൽ വന്ന ചെറുകഥ സമാഹാരം മുതൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ രണ്ടാം ഊഴം വരെയുള്ള എല്ലാ കൃതികളും വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന ഒരാളാണ് ഞാൻ. എന്നെയും വലിയ ഇഷ്ടമായിരുന്നു. എന്നെ ഒരു അനിയനെ പോലെ ആയിരുന്നു. എൻ്റെ കൃതികൾ ധാരാളം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ അടുപ്പമുള്ള ഒരു സ്വന്തം സഹോദരനെ പോലെ അടുപ്പമുള്ള ഒരു വലിയേട്ടനായിരുന്നു. എനിക്ക് വലിയ നഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ മലയാളികൾക്കും തീരാ നഷ്ടമാണ്. കാരണം MTയെ പോലെ ഒരു എഴുത്തുകാരനെ മലയാള സാഹിത്യം ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കാണാൻ പോകുന്നുമില്ല. ഏതൊക്കെ പേരുകൾ പറഞ്ഞാലും MT ആവുകയില്ല. MTക്ക് തുല്യമായിട്ട് MT മാത്രമേ ഉള്ളൂ. അതൊരു യുഗത്തിൻ്റെ അവസാനമാണ്. MT മരിച്ചു എന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യത്തിൽ ഒരു യുഗം അവസാനിക്കുകയാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹം സാഹിത്യത്തിൽ മാത്രമല്ല സിനിമയിലും തുല്യമായ നിലയിൽ പ്രവർത്തിച്ച ആളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിഭ ദൃശ്യമാധ്യമ രംഗത്തും വളരെ സുന്ദരമായിട്ട് പ്രകടിപ്പിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളെല്ലാം വ്യത്യസ്തമായിരുന്നു. നമ്മൾ തിരക്കഥയുടെ ഒരു മാതൃകയായിട്ട് നമ്മൾ കാണുന്നത് MTയുടെ തിരക്കഥയാണ്. കാരണം MTയുടെ തിരക്കഥയെ പോലെ ഉണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അത് സംഭാഷണങ്ങൾക്ക് അധികം പ്രാധാന്യം നൽകാതെ ദൃശ്യഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഇപ്പോൾ നാലുകെട്ട്, അശ്രവിത്ത്, കാലം, മഞ്ഞൊരു മനോഹരമായ കവിതയാണ്, ഒരു ദീർഘമായ കവിതയാണ്, ഗദ്യത്തിൽ എഴുതിയ കവിത. അപ്പം അങ്ങനെ എല്ലാ മേഖലകളിലും കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട്, മാണിക്കക്കല്ലെന്ന് പറഞ്ഞിട്ട്. അത് ഇംഗ്ലീഷ് സിനിമയാക്കാനുള്ള ശ്രമം നടന്നു. എന്തുകൊണ്ടും സംഭവിച്ചില്ല. അത് വളരെ മനോഹരമായിരുന്നു. മാതൃഭൂമി ആക്ഷേപിൻ്റെ ബാലഭക്തിയിൽ K. സരള എന്ന തൂലികാനാമത്തിലാണ് MT ആ നോവൽ എഴുതിയത്, മാണിക്കക്കല്ല്. അതുപോലും നമ്മൾ കുട്ടികളുടെ ലോകത്തേക്ക് വന്ന് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അതൊരു എഴുത്തുകാരനിൽ അദ്ദേഹത്തെ തുല്യമായി വേറെ ആരുമില്ല. ഇത് മലയാളത്തിലെ സാഹിത്യത്തിൻ്റെ നഷ്ടമല്ല, സിനിമയുടെ നഷ്ടം മാത്രമല്ല, എല്ലാ മലയാളികളുടെയും തീരാ നഷ്ടമാണ്. ആ നഷ്ടം നമുക്ക് നികത്താൻ സാധ്യമല്ല. തീർച്ചയായും ആ നഷ്ടം നികത്തുക അസാധ്യമാണെന്നാണ് ശ്രീകുമാരൻ തമ്പിയും പറയുന്നത്. MT എന്ന ദ്വയക്ഷരി, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ മലയാളിക്ക് MT ആണ്. ആ രണ്ടക്ഷരം മലയാള ഭാഷയിൽ നിന്ന് കുറയുകയാണ് എന്ന് പറയാം. അത് അനശ്വരമാവുകയാണ്. MT പലർക്കും MTയെ വാസുവായി കാണുന്ന, വാസുവേട്ടനായി കാണുന്ന, ഉണ്ണിമാമയും ഉണ്ണിയേട്ടനുമായി കാണുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ അനുവാചകർ, അങ്ങനെ MT വാസുദേവൻ നായർ മലയാള സാഹിത്യ നഭസിൽ അനശ്വരനാവുകയാണ്.